സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മൂലഭാഷകളായ ഗ്രീക്കിലും ഹീബ്രുവിലും ദൈവവചനത്തെ യഥാക്രമം ലോഗോസ് എന്നും ദാബാർ എന്നും വിളിക്കുന്നു. നമ്മൾ കണ്ടതാണത്. ലോഗോസ് എന്നത് ദൈവിക പദ്ധതിയുടെ ആഴങ്ങൾ കൂടി വെളിവാക്കുന്നൊരു ധാരണയാണ്. ദാബാർ ആകട്ടെ കേവലം വചനം മാത്രമല്ല, പ്രവൃത്തി കൂടിയാണ്. ദൈവവചനം എന്നത് അനാദിയായ ദൈവിക പദ്ധതിയുടെ നിറവേറൽ തന്നെയാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നു. ഈ ദിവസങ്ങളിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നും മനുഷ്യാവതാര രഹസ്യത്തിൽ നിന്നും നാം പഠിച്ച കാര്യവും ഇത് തന്നെയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറി എന്ന നാഥൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടതും. ലൂക്ക 4:14 മുതൽ. ദൈവിക വെളിപാടിനെ സംബന്ധിച്ചൊരു പ്രമാണരേഖയുണ്ട് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റേതായിട്ട്. ദൈവവർബം എന്ന പേരിൽ. ദൈവവചനം എന്നർത്ഥം. ഈ കൊല്ലം ആ തിരുവെഴുത്തിൻ്റെ 60-ാം വാർഷികവുമാണ്. അതിൻ്റെ ആമുഖം സുന്ദരവും സമ്പന്നവുമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശം കേട്ട് സർവ്വലോകവും വിശ്വാസത്തിലേക്ക് ആനയിക്കപ്പെടുവാനും വിശ്വാസത്തിൽ നിന്ന് അവർ പ്രത്യാശയിലേക്ക് ഉണരാനും അവിടെ നിന്ന് സ്നേഹത്തിലേക്ക് പടുകയറാനുമാകട്ടെ എന്നാണ് അതിൻ്റെ ആശംസ. വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള ഈ പ്രത്യാശാനിർഭരമായ യാത്രയെ യോഹന്നാൻ ശ്ലീഹായും അടയാളപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാൻ 4:19 മുതൽ. ദൈവത്തിൻ്റെ ഒരു പുതിയ ഭവന വ്യവസ്ഥ തന്നെയാണിത്. ഇക്കണോമിയ. ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ ദൈവപുത്രൻ്റെ കൂട്ടവകാശികളുമാക്കിയിരിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടന വഴിയുടെ ജൂബിലി വർഷത്തിലാണ് നമ്മളിന്ന്. പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ്. ഇന്ന് നാഥൻ തൻ്റെ സിനഗോഗ് പ്രസംഗത്തിൽ ഒരു ജൂബിലി വിളംബരം തന്നെയാണ് കാഴ്ചവെക്കുന്നതും. വിടുതലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ആഘോഷമാണ് ജൂബിലി. ലേവായർ 25-27 അധ്യായങ്ങളിൽ. വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമായ ഏഷ്യ 61:1 മുതൽ നിറവേറുന്നെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാഥൻ ഇന്ന് തൻ്റെ പ്രസംഗം കാഴ്ചവെക്കുന്നത്. ദൈവത്തിൻ്റെ ഈ വീണ്ടെടുപ്പ് എന്നത് അവിടുത്തെ നിത്യവിശ്വസ്തതയുടെ, വിശ്വസ്ത സ്നേഹകാരുണ്യത്തിൻ്റെ ഒരു ആവിഷ്കരണം തന്നെയാണ്. അതിന് കൂട്ടായ്മയുടെ മാനമുണ്ട്, വ്യക്തിപരമായ മാനവുമുണ്ട്. ഏവനും വൺ ആൻഡ് ഓൾ വീണ്ടെടുക്കപ്പെടുവാൻ നാഥൻ അധ്വാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ 72-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ഈ നീതിയെ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ്. ഒരുവൻ പോലും നഷ്ടപ്പെടാതെ സ്നേഹത്തിൽ വീണ്ടെടുക്കുന്ന ദൈവം. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം. ഈ നീതിഭാവത്തെ എപ്പിക്കേയ എന്നാണ് വിളിക്കുന്നത്. താനത് നീതിയാണത്. അത് സാമാന്യ നീതിയെ അതിലംഘിക്കുന്നു. ദൈവിക നീതി, ഉപരിനീതിയാണത്. ഹയർ റൈച്ചസ്നെസ്. ക്രിസ്തു ഇന്ന് പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മുദ്രയുമാണത്. മത്തായി 6. നേരത്തെ നാം കണ്ട ആ ഭവന വ്യവസ്ഥയിലെ ഇക്കണോമിയ, അതിൻ്റെ പ്രകാശനം തന്നെയുമാണിത്. ഈ തനത് നീതി, എപ്പിക്കേയ. ദൈവം തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തിയ, തന്നെ ആവിഷ്കരിച്ച വചന വഴികളിലും ഉടമ്പടി വ്യവസ്ഥകളിലും ഡിസ്പെൻസേഷൻസ് ഈ ഒയ്ക്കണോമിയായും എപ്പിക്കേയായും തന്നെയാണ് വെളിവാക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഥൻ ഇന്ന് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നതും. ദൈവാത്മാവിൻ്റെ നിറവിലുള്ള ജീവിതത്തെ യോഹന്നാൻ ശ്ലീഹാ ഈ ദിവസങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ലൈഫ് ഇൻ ദി സ്പിരിറ്റ്. നമ്മെ ദൈവമക്കളാക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവപുത്രനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തിയിൽ സൃഷ്ടിയുടെ വിവരണത്തിൽ ആദ്യപടിയിൽ പരിശുദ്ധാത്മാവ് രൂപരാഹിത്യത്തിൻ്റെയും ക്രമരാഹിത്യത്തിൻ്റെയും മുകളിൽ തോഹു വബൂഹു അടയിരുന്ന് സൃഷ്ടിയെ ഉരുവാക്കിയെന്ന് പറയുന്നുണ്ട്. ഏഷ്യ 34 തോഹു വബൂഹു എന്നീ പ്രയോഗം ആവർത്തിക്കുന്നുമുണ്ട്. വീണ്ടെടുപ്പിൻ്റെ നവസൃഷ്ടിയുടെ ആമുഖമായിട്ട് ഇന്ന് ഏഷ്യയുടെ പ്രവചനം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നാഥൻ ഇത് പറയുമ്പോൾ ഈ പുതുസൃഷ്ടി തന്നെയാണ് നാഥൻ പൂർത്തീകരിക്കുകയും സാധ്യമാക്കുകയും ചെയ്യുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ.